പി കെ ഗോപൻ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ പറയുന്നു, അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശത്താലാണ് അവിടെ സ്പോൺസറായി പോറ്റിയെ നിശ്ചയിച്ചതെന്ന്. ആ മൊഴിയോട് അങ്ങയുടെ പ്രതികരണം? അല്ല, ഈ മൊഴിയൊക്കെ SIT പുറത്തു വിടുന്നുണ്ടോ സ്മൃതി? അതോ ഹൈക്കോടതിയാണോ പുറത്തു വിടുന്നത്? ആരായി മൊഴിയൊക്കെ അവിടുന്ന് തരുന്നത്? നമ്മൾ പൊതുജനത്തിനൊക്കെ അറിയാനുള്ള അവകാശമില്ലയോ? പത്മകുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. പത്മകുമാർ കൊടുത്ത മൊഴി മാധ്യമങ്ങളെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. അതിൽ ചിലതൊക്കെ ശരിയാക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ബ്രേക്കിംഗ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കടകംപള്ളിക്കെതിരായിട്ട് പത്മകുമാർ ഇങ്ങനെ മൊഴി കൊടുത്തു എന്ന് ആരായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമായിട്ടും ഊഹാപോഹങ്ങളിലൂടെയൊക്കെ ആയിട്ട് നമ്മളൊരു കാര്യത്തെ വിലയിരുത്തുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കടകംപള്ളിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ കഴിയും, ഇത്തരം ദൈനംദിന കാര്യങ്ങളിൽ നിലപാടെടുക്കുന്ന ഗവൺമെൻറ് അല്ല, അത് ദേവസ്വം ബോർഡാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് മന്ത്രിയുടെ മുമ്പിൽ ഒരു ആപ്ലിക്കേഷൻ ചെന്നാൽ മന്ത്രി അത് ദേവസ്വം ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും. അതായിരിക്കും ഇവിടെ സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് ഇത് വികസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മന്ത്രിമാർ ഇടപെട്ട് അവിടെ ദേവസ്വം ബോർഡിൻ്റെ ആളുകളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രിമാർ ഇടപെടാറേയില്ല. ഇടപെടാനുള്ള അവകാശം അവർക്കില്ല. അവരിടപെടുന്നത് എപ്പോഴാണ്? ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഗവൺമെൻറ് നേരിട്ട് അതിലിടപെടുന്നത്, അല്ലെങ്കിൽ മന്ത്രി നേരിട്ട് ഇടപെടുന്നത്. അല്ലാതെ മന്ത്രിക്ക് അവിടുത്തെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള റൈറ്റ് ഇല്ല. എനിക്കിപ്പോൾ കടകംപള്ളി ഒരു തരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ വാദിച്ചുറപ്പിക്കാൻ പരിശ്രമിക്കുകയല്ല. നമുക്ക് സാധാരണഗതിയിൽ എത്താവുന്ന ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ ലോജിക്കിനനുസരിച്ചല്ലോ ഇപ്പോൾ കാര്യങ്ങളൊന്നും നടക്കുന്നത്. അങ്ങ് പറയുന്ന പോലെ നിയമം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചല്ലല്ലോ നമ്മളിവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളി മോഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചാണല്ലോ. അങ്ങനെ മോഷ്ടിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയതിൽ മുൻ ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങ് സാങ്കേതികമായി പറയുന്ന കാര്യം ഒരു ശരിയാണ്. മന്ത്രി സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് കൈമാറുന്നു, പിന്നെ ദേവസ്വം ബോർഡ് അതിൽ നടപടിയെടുക്കുന്നു. അങ്ങനെയല്ലല്ലോ ആ മൊഴി ആ രൂപത്തിലല്ല. പിന്നീട് ഈ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രിയും ഒപ്പമുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതൊരു പരിപാടിയിൽ നിരന്നു നിൽക്കുന്ന ചിത്രമല്ല. അല്ല, ചിത്രങ്ങൾ ഒരുപാട് പുറത്ത് വന്നിട്ടുണ്ട് സ്മൃതി. അതിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതിനൊക്കെ നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ പുറത്തു വന്നതിന് അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് വേറെ ആരും വിശദീകരണം കൊടുക്കണ്ട. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയായിട്ട് നിൽക്കുന്ന ചിത്രം പോലും പുറത്തു വന്നു. നമ്മളിപ്പോൾ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ തള്ളിക്കളയാനോ ന്യായീകരിക്കാനോ പരിശ്രമിക്കുന്നില്ല. പരിപാടിയിൽ നിൽക്കുന്ന ചിത്രമല്ല എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. സ്മൃതി അല്ല, അവര് സ്വർണ്ണം എടുത്ത് കടകംപള്ളിയെ കൊണ്ട് കൊടുക്കുന്ന ചിത്രം ആയിക്കോട്ടെ. സ്മൃതിക്ക് സമാധാനമായിട്ട് രാത്രിയിൽ സ്വർണ്ണം എടുത്ത് കടകംപള്ളിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് കൊടുക്കുന്ന ചിത്രം ആയിക്കൊള്ളട്ടെ. ഇങ്ങനെ എന്തിനാണ് നമ്മൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? ഇനി ഇതിൻ്റെ ഇടയിലൂടെ സ്മൃതി ഒരു കാര്യം പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചു. മറ്റു പാനലിസ്റ്റുകൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. പത്മകുമാർ അവരും ശ്രദ്ധിച്ചു കാണും. അവർക്കത് സുഖമായതുകൊണ്ട് അവർ പക്ഷേ പറയാത്തതായിരിക്കും. പത്മകുമാറിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി പത്മകുമാറിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. എന്താ സ്മൃതി ഇതുമായിട്ട് ബന്ധം? ഈ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ അത് CPM ലീഡർഷിപ്പിൽ സാധാരണയായിട്ട് CPM പ്രധാനപ്പെട്ട നേതൃത്വത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ട് കൊടുക്കാറില്ല. പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് രണ്ടുപേരെ കൊടുത്തു. അവർക്ക് ആ ക്ഷേത്രമായിട്ടും മറ്റു പല പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് അവരെ കൊടുത്തത്. അഡ്വക്കേറ്റ് അനന്തഗോപനെയും പത്മകുമാറിനെയും കൊടുത്തത്. നിങ്ങളൊക്കെ തന്നെ പറയുന്നത് പോലെ പത്മകുമാറിൻ്റെ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് ശബരിമലയായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ കൊടുത്തത്. പത്മകുമാറിന് അവിടെ മാത്രമല്ല ആറന്മുള ക്ഷേത്രമായിട്ടും വലിയ ബന്ധമുണ്ട്. വളരെ പുരാതനമായ ഒരു തറവാട്ടിൽ അംഗമാണ് അദ്ദേഹം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൊടുത്തത് തീർച്ചയായിട്ടും അത് ലീഡർഷിപ്പ് നോക്കിയിട്ടല്ല, മറ്റു ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അതിനകത്ത് എന്തെങ്കിലും പെശക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെശക് തെളിയിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് നടപടി സ്വീകരിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണമെന്ന് ആവശ്യപ്പെടാം. അതിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ. അടുത്തത് മഹേഷ് പണിക്കരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹം ഒരു ലിസ്റ്റ് കൊടുത്താട്ടെ, ആരെയൊക്കെ ഉദ്യോഗസ്ഥരെ ശബരിമലയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരു ലിസ്റ്റ് കൊടുത്താൽ അതനുസരിച്ച് ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് കൂട്ടായിട്ട് ആവശ്യപ്പെടാം. അല്ലാതെ വേറെ മാർഗ്ഗമില്ല അതിനകത്ത്. പിന്നെ ഉള്ളത് ഇവിടെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് CPM പ്രതിനിധികൾ പറഞ്ഞു എന്നാണ്. ഞങ്ങളത് പറഞ്ഞത് 2025 പൂശാൻ കൊടുത്ത സ്വർണത്തിൽ നഷ്ടം ഉണ്ടായില്ലെന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത്. 2019 വിഷയമല്ല, 2019 ചെമ്പിൻ്റെ പ്രശ്നം വരുന്നത്. അത് ഉദ്യോഗസ്ഥരെന്ന തരത്തിൽ അതിനകത്ത് ചെമ്പായിട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് അത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്നുള്ളതായിരിക്കണം പത്മകുമാറിന്റെ പേരിൽ വന്നിട്ടുള്ള അജിറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ പത്മകുമാർ ഉത്തരവാദിയാണ്. എങ്ങനെ സ്വർണം മോഷ്ടിച്ചു എന്ന് ഞങ്ങൾ ആരും കരുതത്തില്ല. പക്ഷേ അതിൽ അലംഭാവം കാണിച്ചിട്ടുണ്ടോ,
അല്ലെങ്കിൽ ജാഗ്രത കുറവ് കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തെറ്റായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നിയമപരമായി തന്നെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. അതിൽ തടസ്സമില്ല. പിന്നെ ശ്രീ ആർ വി ബാബു അദ്ദേഹം ഇപ്പോഴും എത്താൻ പരിശ്രമിക്കുന്ന പരിഹാസം എല്ലാത്തിനും ഒരു മറുപടിയാകുമോ എന്നുള്ള കാര്യം ഈ വൈകിയ വേളയിലെങ്കിലും ഒന്ന് ആലോചിക്കുന്നത് നന്നാകും. ശ്രീ അല്ല, ഞാൻ പറഞ്ഞു തീർന്നിട്ട് അല്ല, സ്മൃതിക്കാണല്ലോ പരിഹാസത്തിനുള്ള കേരളത്തിൽ എല്ലാവരെയും പരിഹസിക്കാനുള്ള അധികാരം സ്മൃതിക്ക് തന്നിരിക്കുകയാണല്ലോ. പൊതു സമീപനമാണ് കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ മുഴുവൻ അല്ല, ഞാനത് പറയട്ടെ, അങ്ങനെ കയറി ഇടപെടാതെ. കേരളത്തിൽ എല്ലാവരെയും പരിഹസിക്കാനുള്ള കുത്തകാവകാശം തന്നിട്ടുള്ളത് ശ്രീമതി സ്മൃതിക്കാണല്ലോ. വേറെ ആർക്കും പരിഹസിക്കാൻ അവകാശമില്ല. സ്മൃതിക്ക് എല്ലാവരെയും പരിഹസിക്കാമല്ലോ. അതിനുള്ള അവകാശം അങ്ങേക്ക് തന്നിട്ടുണ്ടല്ലോ. അത് കേരളീയ സമൂഹം അനുവദിച്ചു തന്നാണല്ലോ. അറസ്റ്റിനെ കുറിച്ച് ചോദിച്ചുകൂടാ. ഒന്നും സംഭവിച്ചിട്ടില്ല. വളരെ സാങ്കേതികമാണെല്ലാം. നമുക്ക് തിരിച്ചെത്താം മേഡം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.